നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ അവസ്ഥ വിദേശത്തു നിന്ന് പണം വന്നില്ലെങ്കിൽ പട്ടിണിയാകുന്ന അവസ്ഥയാണ്. അങ്ങനെ തന്നെ യാതൊരു സംശയമില്ല. ഇനി അല്ലാതെ കൂടെ തർക്കിച്ചിട്ട് ഇറാനെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇറാനിൽ 12 ദിവസത്തെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ നമ്മൾ അടുക്കള പൂട്ടി, അതുപോലെ ഹോട്ടലുകൾ പൂട്ടി. അറിയാമല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇന്ന് ദുബായിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ ലീവിന് പോയവര് പറയുമ്പോൾ വന്നാൽ മതി, 250 300 ദിർഹമിന് കൊടുത്തിരുന്ന റൂമുകൾ 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, 50 ദിർഹമിന് കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 2000 റൂമുകളുള്ള ആ സ്ഥാപനങ്ങൾക്ക്, വലിയ ഹോട്ടലുകൾക്ക് 50 റൂം പോലും പോകുന്നില്ല, വിനോദസഞ്ചാരികൾ വരുന്നില്ല. വലിയ അളവിൽ ജോലി നഷ്ടപ്പെടുന്നു എന്ന്. വലിയ അളവിൽ ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രത്തോളം വീടുകൾ പട്ടിണിയാകാൻ പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എങ്ങനെയെന്നറിയോ? ഇവിടെ ലോണുകളുണ്ട്, മറ്റ് അടവുകളുണ്ട്, പലിശക്ക് എടുത്തതുണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കണം. അവിടെ ഇറാനിൽ യുദ്ധം ഉണ്ടെന്നോ ദുബായിലെ ജോലി പോയെന്നോ ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവരുണ്ടാസും തൂക്കി ഇങ്ങനെ വരുമ്പോൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊരു വലിയ വിഷയം തന്നെയാണ്. ഞാനൊരു മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത വീഡിയോ മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കാത്തിരിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇത് കഴിഞ്ഞുള്ള വീഡിയോയിൽ ഞാൻ അത് വിശദമായിട്ട് പറയാം. ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ലോക മണ്ടനായിട്ടുള്ള അല്ലെങ്കിൽ മണ്ടനായി അഭിനയിക്കുന്ന ട്രംപിനെ കുറിച്ചും അതിലേറെ ഭൂലോക മണ്ടനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ കുറിച്ചുമാണ്. തോറ്റു തുന്നം പാടി നാറാണക്കല ഇളകി നിൽക്കുന്ന അമേരിക്ക. ഈ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അമേരിക്ക തോറ്റു നിൽക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് വലിയ പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നമുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏതോ ഒരു സിനിമയിൽ പറയുമല്ലോ, ചൊറിയാത്ത പിള്ള അറിയുമ്പോൾ ചൊറിയുമ്പോൾ അറിയുന്നു, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതങ്ങ് കൊടുത്താൽ മതി. ഏതായാലും മിഡിൽ ഈസ്റ്റിലെ രാജാവാരാണ് അങ്ങനെ ചമഞ്ഞു നിൽക്കുന്നത്? ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ രാജാവും അതുപോലെ ലോകരാജാവ് എന്ന് വിചാരിച്ചിരിക്കുന്ന അമേരിക്കൻ ട്രംപും ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അതിൽ മിഡിൽ ഈസ്റ്റിലെ രാജാവിന് കുറച്ചെങ്കിലും നട്ടലുണ്ട്, പക്ഷേ ലോകരാജാവിന് തീരെ നട്ടലില്ല എന്ന് മാത്രമല്ല, അയാൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. അതായത് അയാളുടെ സ്വന്തം സാമ്രാജ്യം പോലും സംരക്ഷിക്കാൻ, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അയാളുടെ സ്വന്തം താവളങ്ങൾ, ആ താവളങ്ങൾ സംരക്ഷിക്കാനുള്ള ശേഷി പോലും ഇല്ല. അത് തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത അറേബ്യൻ രാജ്യങ്ങൾക്കായിപ്പോ. കാര്യം ഇറാൻ അമ്മാതിരി അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇറാനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇറാൻ ഒരു ഭീകര രാജ്യമാണ് എന്ന് വ്യാജ പ്രചാരണം നടത്താണ് ആദ്യം ചെയ്തത്. ഇറാൻ ഒരു ഭീകര രാജ്യമാണ്, ഇറാനിൽ മുഴുവൻ വലിയ വിഷയങ്ങൾ നടക്കുന്നു, അവിടെ ഒരു ഏകാധിപതിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ഭരണാധികാരികളെ കുറിച്ചും പല കാര്യങ്ങളും പറയുന്നില്ലേ? എന്നാൽ ഇവിടെ ഇറങ്ങി നടക്കുമെന്ന് നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതുപോലെ അവിടെ ഇറാന്റെ ഭരണാധികാരിയെ കുറിച്ചും പറഞ്ഞിരുന്നു. പിന്നെ ആഭ്യന്തരമായിട്ട് ചിലപ്പോൾ 1 2 3 വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ആ സർക്കാർ ഇടപെട്ട് തന്നെ അത് പരിഹരിക്കുകയും ചെയ്യും. ലോകത്ത് ഒരു സർക്കാരും സ്വന്തം ജനതയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഭരിക്കുന്ന ആരും കരുതണ്ട. അങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റു രാജ്യങ്ങളുടെ ആരോപണമായിരിക്കും. ഇറാൻ ജനതയെ മുഴുവൻ നശിപ്പിക്കുന്നു, ഇറാൻ ജനതയെ മുഴുവൻ എന്തോ അലങ്കോലപ്പെടുത്തുന്നു, അവരുടെ ജീവനെ അപകടപ്പെടുത്തുന്നു, അവരെ അടിമകളാക്കി കാണുന്നു എന്നൊക്കെ പറഞ്ഞത് ഇറാനിലെ ജനങ്ങളല്ല, മറ്റുള്ളവരാണ്. അമേരിക്ക അടക്കമുള്ളവർ അത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തി അങ്ങനെ ഇറാൻ ജനങ്ങളെ, അവിടുത്തെ ഭരണകൂടത്തെ മാറ്റി അട്ടിമറിച്ചുകൊണ്ട് ഇറാനിലെ ജനങ്ങളെ രക്ഷിക്കാൻ എന്ന മട്ടിലാണ് യുദ്ധം ആരംഭിച്ചത്. എങ്ങനെ 4 ദിവസം മുതൽ അല്ലെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് തീർക്കാന്ന് കരുതിയിട്ട് അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധമാണത്. ഇസ്രായേലിനെ അതിന് കരുവാക്കി. ഇസ്രായേലിനാണ് നാശം മുഴുവൻ. ഇറാനിലെ ഭരണം മാറിക്കഴിഞ്ഞാൽ അത് നന്നാവും അത്ര എന്ന് പറഞ്ഞാൽ ലോകം ആ ഭീതിയിൽ നിന്ന് അങ്ങോട്ട് മാറും. എന്നാൽ എന്താ സംഭവിച്ചത്? ആയത്തുള്ള ഖമേനെയാണ് ഭരിച്ചുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ, ഇവിടെ അദ്ദേഹമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇത്രയും പ്രതിസന്ധി ലോകത്തിന് വരില്ലായിരുന്നു എന്ന് ഇന്ന് ലോകം തിരിച്ചറിയണം. കാര്യം വലിയ ഒരു വിഭാഗം, എന്താ നമ്മുടെ കടുവകളെന്നോ സിംഹങ്ങളെന്നോ പുലിക്കുട്ടികളെന്നോ ഒക്കെ എന്തുവാണെങ്കിലും വിളിക്കാം, അമ്മാതിരിയുള്ള ഉശരന്മാർ, ചാകാനും കൊല്ലാനും തയ്യാറായി നിൽക്കുന്ന വലിയൊരു വിഭാഗം, ആ വിഭാഗത്തിന്റെ നേതാവായിട്ട് ഇതിനെല്ലാം അടക്കി ഒതുക്കി ഇങ്ങനെ ഭരിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനി. ഇവിടെ വലിയ തിണ്ടുമുടുക്ക് കാട്ടിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ 10-39 അങ്ങോട്ട് കൊന്നു. അങ്ങനെ ഭരണകൂട തലയങ്ങോട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിലെ സദാം ഹുസൈന്റെ നാട്ടിൽ സംഭവിച്ച പോലെ വാലും ചുട്ടിക്കൊണ്ട് ഇറാൻ കൂടെ അങ്ങ് ചെല്ലുമെന്ന് കരുതി. എന്നാൽ ഇവിടെ സംഭവിച്ച എന്താ? ഒരാള് നിയന്ത്രിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് മാത്രം ബാക്കിയുള്ള കൂട്ടങ്ങൾ വായടക്കി മിണ്ടാതെ നിന്നത്. എന്നാൽ തല അങ്ങോട്ട് പോയതോടുകൂടി പിന്നെ ബാക്കിയുള്ളതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അവറ്റാളങ്ങോട്ട് ഇറങ്ങി. അതായത് ഒരു കടുവയെ ഭയന്നാൽ മതിയായിരുന്നു അമേരിക്കയ്ക്ക് നേരത്തെ. ഇപ്പോ കടുവകളെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ട്രംപ്. ഇറാന്റെ കാര്യത്തിൽ അതാ സംഭവിച്ചത്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആ ചിന്താഗതിക്കാർക്കായിരിക്കും. ആയത്തുള്ള ഖമേനിയുടെ ചരിത്രം എന്താ?
ഇറാൻ ആരെങ്കിലും അങ്ങോട്ടടിച്ച ചരിത്രം ഇതുവരെ ഉണ്ടോ? ഇതുവരെ അത്തരത്തില്ല. ഇപ്പൊ നടക്കുന്ന യുദ്ധം എന്തുകൊണ്ട് അന്യരാജ്യങ്ങളെ അടിക്കുന്നു? അന്യരാജ്യങ്ങളിൽ അവരുടെ ശത്രുരാജ്യത്തിന്റെ ബേസുകളുണ്ട്, അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതവർ പറഞ്ഞതാണല്ലോ, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങളെ അല്ല അടിക്കുക, നിങ്ങളുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അമേരിക്ക എന്നിട്ടും ഇറാനെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഡിൽ ഈസ്റ്റ് തകരണമെന്നുള്ള അവരുടെ കുബുദ്ധിയല്ലേ? അതുകൊണ്ടല്ലേ. അത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇറാൻ തകർക്കട്ടെ, ഇസ്രായേലിനെ ഇറാൻ തകർക്കട്ടെ, അപ്പോ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും അടക്കി ഭരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് കൈയടക്കാം, അവിടുത്തെ എണ്ണ കൈയടക്കാം എന്നുള്ള ഒരു ബുദ്ധി ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഏതായാലും ഇറാന്റെ ഒരു ഭരണം അല്ലെ ഇറാന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആക്രമണത്തിന്റെ അല്ല. അങ്ങനെ ഒരു ചരിത്രം ഇറാന്റെ ഇതിലില്ല. അവർ സാക്ഷരതയുടെയും എന്താ പറയാ മറ്റ് സംരക്ഷണത്തിന്റെയും ഒക്കെ പാതയാണ് അവർ പിന്തുടർന്നിട്ടുള്ളത്. മോഷണം അമേരിക്കയുടെ, കൊള്ള, കൊല, ഇതൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിന്റെ മുഖമുദ്രയാണ്. ലോകത്ത് മറ്റ് രാജ്യങ്ങളെ അനാവശ്യമായി ആക്രമിക്കുകയും മറ്റു പ്രദേശങ്ങളിലുള്ളവരെ ദ്രോഹിക്കുകയും മറ്റു പ്രദേശങ്ങളിലുള്ളവരെ കൊന്നെടുക്കുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ, ഭരണാധികാരികളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കടന്നാക്രമിച്ച് അവരുടെ പരമാധികാരികളെ പിടിച്ചുകൊണ്ടുപോയി അവരെ തടവിലാക്കി അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വൃത്തികെട്ട കള്ളന്മാരായിട്ടുള്ള കൊള്ളക്കാരന്മാരായിട്ടുള്ള ഏതെങ്കിലും ഭരണാധികാരികളുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണേ ഉള്ളൂ. വേറെ ഏതാ ഉള്ളത്? ഇവരാണല്ലോ അതൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഗസയിലായാലും പാലസ്തീനായാലും ഇല്ലേ? ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ അങ്ങനെ നോക്കണമല്ലോ. ബൈബിളിലെയും മറ്റിടത്തെയും ഇസ്രായേലിന്റെ കഥയാണ് പറയുന്നത്, ഇസ്രായേൽ സന്തതികളുടെ കഥയാണ് പറയുന്നത്, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് റിയാലിറ്റി, എന്താണ് ചരിത്രം എന്ന് എല്ലാവർക്കും അറിയാം. അറബികൾ അവരെ സ്വീകരിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഈ ഇസ്രായേലിനെ സംരക്ഷിച്ചു പോകുന്നത്, അവർക്ക് വേണ്ട പിന്തുണയും എല്ലാം കൊടുത്തിരുന്നത് ഇറാനാണ്. ആ ഇറാനെയാണ് അവർ ഇന്ന് നശിപ്പിക്കാൻ നോക്കുന്നത്. അത്രേ ഉള്ളൂ. അതായത് ഇസ്രായേലിനെ അവിടെ സ്ഥാപിച്ച് ഇസ്രായേലിനെ സംരക്ഷിച്ച് അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്തെയാണ് അവർ കയറി ആക്രമിച്ചത്. അത് ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള അടുത്ത രാജ്യവും ഇറാനാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആരാണ് നന്ദികേട് കാണിച്ചത്, ആരാണ് കൊള്ളയടിക്കാൻ വന്നതെന്ന് മനസ്സിലാക്കൂടെ? ഒരുത്തൻ നന്ദികേട് കാണിച്ച ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ, മറ്റൊരുത്തൻ അവരെ കൊള്ളയടിക്കാൻ, അവനെ കൊള്ളയടിച്ച് ഒതുക്കിയിട്ട് ബാക്കിയുള്ളവരോട് ഒതുക്കാൻ, അല്ലേ? അപ്പൊ കള്ളനും കൊള്ളക്കാരനും കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൊളമാക്കി. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഇവിടെ ശരിക്കും ബോധമില്ലാത്തത് ട്രംപിനും നെതന്യാഹുവിനും. ഇവിടെ ഇറാന് നല്ല ബോധ്യമുണ്ട്, തങ്ങളുടെ ശക്തി എന്താണെന്ന് വളരെ ബോധ്യമുണ്ട്. അത് നേരത്തെ തന്നെ അറിയാം. ലോകം അത് മനസ്സിലാക്കേണ്ടതാണ്. കാര്യം ഇറാൻ എന്ന് പറയുന്നത് 8 വർഷം അമേരിക്കയുടെ ഒരു തിരുക്ക് കയറ്റിയിട്ട് ഇറാഖ് കയറി ഇറാനിലേക്ക് അടിച്ചിട്ട് 8 വർഷം യുദ്ധം ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇറാഖിനെ ആക്രമിക്കുന്നത് അമേരിക്ക കണ്ടതാണ്. അന്നു മുതൽ അടുത്ത ലക്ഷ്യം തങ്ങളേതായിരിക്കും. കാരണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തി രാജ്യം, സൈനിക ശക്തിയുള്ള രാജ്യം ഇറാൻ ആയതുകൊണ്ട് ആ രാജ്യത്തെ ഒതുക്കാനായിരിക്കും ആദ്യം നോക്കുക. എന്നിട്ട് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനായിരിക്കും ശ്രമിക്കുക എന്നറിയാവുന്ന ഇറാൻ അന്നു മുതൽ ആയുധം കൂട്ടിവെച്ചു. അന്നു മുതൽ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ തല പോയാലും വാല് പോയാലും എന്തു പോയാലും ആരാണോ തങ്ങളുടെ ശത്രു അവരെ ഒതുക്കിയല്ലാതെ പിന്നോട്ടൊരു അടിയാരും വെക്കില്ല എന്ന തീരുമാനം അന്നെടുത്തിട്ട് അതിനുള്ള സംവിധാനം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ വികേന്ദ്രീയ ഭരണം അവിടെ നടപ്പിലാക്കിയത് കൊണ്ടാണ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടും അതൊന്നും കാണാതെ, അതൊന്നും അറിയാതെ, ഒന്നും ബാധിക്കാത്ത നിർബാധം ശത്രുവിനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ അധികാരം അയത്തുള്ള ഖമേനിയിൽ നിന്ന് മാറ്റി വേറൊരാളിലേക്ക് മാറ്റുന്നു. ഇത് ഇറാഖിന്റെ പരമാധികാരം മാറ്റിയതുപോലെ ഞങ്ങൾ മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൈക്കൽ ആക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ മാറ്റിയപ്പോൾ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിലെന്നൊരു അവസ്ഥയായി. അതായത് ട്രംപിന് അവിടെ മിഡിൽ ഈസ്റ്റിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ഈ ഒരു അവസ്ഥയിലാണ് അടുത്ത കരയുദ്ധത്തിന് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ കരയുദ്ധത്തിന് ഇറങ്ങിയുള്ള അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ആയിരിക്കില്ല കരയുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ. പറയുന്നത് ഖമേനി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ അമേരിക്കൻ മറീനുകൾ ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ഇറാന്റെ മണ്ണിൽ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ കൊത്തി എറിഞ്ഞ് സ്രാവനിട്ട് കൊടുക്കുന്ന, അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അവരത് ചെയ്യും. കാരണം ശത്രുക്കളുടെ മേൽ ഒരു ദാക്ഷിണ്യം അവർ കാണിക്കില്ല എന്ന് മാത്രമല്ല പറയുന്നത് പ്രവർത്തിക്കുന്നവരാ. എന്തൊക്കെ യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, ഞങ്ങളാരും അടിക്കുന്നില്ല, ഞങ്ങളെ തുടരുത്, ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും നിർത്തുക, നിങ്ങളെ നിർത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. അതേപടി നടന്നില്ലേ? ഞങ്ങളെ ഇന്നത് ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബേസുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു, അത് ചെയ്തു. അതായത് ഇറാൻ എന്ന് പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചും അവർ പറയുന്നുണ്ട്. അവരിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നാരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ അടുത്ത ലക്ഷ്യം ഇന്നാരെ കൊല്ലാനാണ്. അതായത് അവർ പറഞ്ഞാണ് ചെയ്യുന്നത്, പറയുന്നതാണ് ചെയ്യുന്നതേ പറയൂ എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് അമേരിക്കൻ പട്ടാളക്കാർ ഇറാന്റെ മണ്ണിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ അവർ വെട്ടി അറിഞ്ഞ് സ്രാവിന് ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. അത് തന്നെയാണ്. കാരണം വരാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചു പോകാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പട്ടാളം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഇറാന്റെ ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നാറ്റോ സൈന്യം ഇറങ്ങാത്തത്. ഇപ്പോ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും അമേരിക്കയ്ക്ക് കൂട്ടുനിൽക്കാത്തത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ തലവെച്ചു കൊടുക്കാൻ തങ്ങളുടെ പട്ടാളക്കാരെ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് അവർക്കറിയാം. ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിയും അവരുടെ പട്ടാളത്തെ അനാവശ്യം വിട്ടു കൊടുക്കൂല. ഇപ്പൊ ഇസ്രായേൽ കാണിച്ച എന്താ?
മന്ദബുദ്ധി എന്ന് ഞാൻ വിളിച്ചതിന്റെ കാരണം അതാ. ഇസ്രായേൽ പട്ടാളക്കാരെല്ലാം ഒക്കെ കഴിഞ്ഞു. ഇസ്രായേൽ പോലും പറയുന്നുണ്ട് കരയുദ്ധത്തിന്, ഇറാനിൽ കരയുദ്ധത്തിന് ഞങ്ങൾ പട്ടാളക്കാരെ വിടൂല. കാരണം അവർക്കും അറിയാം വിട്ടുകഴിഞ്ഞാൽ ഒന്നുമല്ലെങ്കിലും ഒരു ദേശക്കാരാണല്ലോ, ഇങ്ങോട്ട് ഇറാനിലേക്ക് വിട്ടുകഴിഞ്ഞാൽ സംഗതി പണി പാൽവെള്ളത്തിൽ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ പോലും വിടുന്നില്ല. പിന്നെ ഇസ്രായേൽ പട്ടാളക്കാരെ ഇപ്പോ ഇല്ല, ആളെണ്ണത്തിൽ കുറവാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്കറിയാം. ആ ഒരു ബോധം പോലും ഇല്ലാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളിതേ കരയുദ്ധം തുടങ്ങാൻ പോകുന്നു, ഇറാനെ പിടിച്ചെടുക്കാൻ പോകുന്നു. 10-12 ലക്ഷം പട്ടാളക്കാരുള്ളിടത്താണ് ഒരു 3500 പട്ടാളക്കാരെ കൊണ്ട് ഇറക്കി വിടുന്നത്. എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും ഖൊമേനി കൊല്ലപ്പെട്ടത് വലിയൊരു ദുരന്തമായിട്ടാണെന്ന് ലോകം ചിന്തിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ഒരു ആത്മീയ നേതാവായിരുന്നതുകൊണ്ട് ഇവരെയൊക്കെ അടക്കി ഒതുക്കി എന്ന് പറഞ്ഞാൽ അവരെ രക്തസാക്ഷിയാകാൻ, ഷഹീദാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയിട്ട് നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണം, നമ്മുടെ ആ ഒരു അത് അങ്ങനെ തന്നെ മതി, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ട, ഒന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കേണ്ട, ഒന്നും ചെയ്യണം, ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് വിടാൻ വേണ്ട, നമ്മളെ പാഠവേദിയെ എന്ന് കരുതി ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിലെ അങ്ങനെ നയിച്ചു കൊണ്ടുപോയ അവരുടെ ആത്മീയ നേതാവായിരുന്ന അയത്തുള്ള ഖമേനിയെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ ഈ പറയുന്ന ആൾക്കാരുടെ എന്താ പറയാ ചൊവ്വ അങ്ങോട്ട് പണി തുടങ്ങി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും അമേരിക്ക ഇന്നത്തെ അവസ്ഥയിൽ ഒന്നും മിണ്ടാതെ ട്രംപ് ഒളിച്ചോടുകയാണ്. ആരുമില്ല സഹായിക്കാൻ. ഇപ്പോൾ ഇസ്രായേൽ പോലും സഹായിക്കുന്നില്ല, കരയുദ്ധത്തിന് സഹായിക്കുന്നില്ല, സ്വന്തം കൂട്ടാളികളില്ല, നാറ്റോ ഇല്ല, ആരുമില്ല. ഇങ്ങനെ ഒളിച്ചോടുന്ന ആദ്യത്തെ ഒരു ലോക നേതാവായിരിക്കും ട്രംപ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു, ലോകം മുഴുവൻ നല്ല സമാധാനത്തിലായിരുന്നു. ഇന്ന് ആ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് സംസാരിക്കുന്നത് കാണുമ്പോൾ ലോകമന്ദബുദ്ധിയുടെ വെറും ജൽപ്പനങ്ങളായി മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. അയാളുടെ എടുത്തുചാട്ടത്തെല്ലാം കൂടെ തുടങ്ങി വെച്ച് ലോകത്തെ മുഴുവൻ, ജീവിതം മുഴുവൻ നാമാവശേഷമാക്കി എല്ലാം താറുമാറാക്കിയിട്ട് ഒന്നും അറിയാത്തവരെ ഒളിച്ചുവിടുന്ന ഒരു ഭീരു, ഒരു മന്ദബുദ്ധിയാണ് സത്യം പറഞ്ഞാൽ ഈ ലോകത്തെ പോലീസ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നടിച്ചു നടക്കുന്നതെന്ന് കാണുമ്പോൾ അവർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറെ അവന്മാരുണ്ട്. അവരെ ഓർത്തിട്ട് ലജ്ജിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.